നമസ്കാരം. KBN ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടപ്പടി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ കണ്ണക്കടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. കോതമംഗലം MLA ആന്റണി ജോൺ 5 ലക്ഷത്തോളം രൂപ ഉപയോഗിച്ച് പ്ലാമുടി കണ്ണക്കടയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമായി. 5 വർഷം മുൻപ് സ്ഥാപിച്ച ലൈറ്റിന്റെ 3 ദിശകളിലെ ലൈറ്റും പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണ്. വനാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണക്കടയിൽ ഈ ലൈറ്റ് ജനങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു. ലൈറ്റുകൾ സ്ഥാപിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റുകൾ പ്രവർത്തനരഹിതമായിരുന്നു. 1 വർഷം മുൻപ് കേടുപാടുകൾ പരിഹരിച്ചെങ്കിലും വീണ്ടും ലൈറ്റുകൾ പ്രവർത്തനരഹിതമാവുകയായിരുന്നു. ഇപ്പോൾ ഒരു ലൈറ്റ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വന്യമൃഗശല്യമുള്ള വനമേഖലയോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റ് കേടായത് പ്രദേശത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ലൈറ്റ് കേടായി മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ജനപ്രതിനിധികൾ ലൈറ്റിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടില്ലെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. ഹൈമാസ്റ്റ് ലൈറ്റിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. കണ്ണക്കട ജംഗ്ഷനിലുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് ഏകദേശം 4 മാസത്തോളമായി. ഇത് ഒട്ടാകെ വാക്കാൽ പരാതിപ്പെട്ടിട്ടും ഒരു പ്രാവശ്യം റിട്ടേൺ എഴുതി കൊടുത്തിട്ടും ഇതുവരെ നന്നാക്കിയിട്ടില്ല. എത്രയും വേഗം ഇത് പുനഃസ്ഥാപിച്ച് തന്നാൽ വളരെ ഉപകാരമായിരിക്കും. വളരെ ആനശല്യവും വന്യമൃഗശല്യങ്ങൾ കൂടുതലുള്ളൊരു മേഖലയാണ്. വൈകുന്നേരങ്ങളിൽ ജനങ്ങൾ അത്യാവശ്യം കൂടുന്ന സ്ഥലമാണ്. പിന്നെ കുർബാനപ്പാറ, കൈതപ്പാറ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കും ഒരു ഉപകാരമായിരിക്കും. എത്രയും വേഗം അത് നന്നാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. 1-ാം വാർഡിലെ മെമ്പർ രാവിലെയും വൈകിട്ടും എപ്പോഴും ഇതിൽ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. ഇത് കാണാത്തത് കൊണ്ടാണോ, ആരെങ്കിലും ഇനി പ്രത്യേകിച്ച് പരാതിയായിട്ട് പറയാത്തതുകൊണ്ടാണോ അദ്ദേഹം ചെയ്യാത്തതെന്നറിയില്ല. ഈ 1-ാം വാർഡ് മെമ്പറിനും ഈ പഞ്ചായത്തിലേക്കും ഞങ്ങൾ ഈ വാർത്ത സമർപ്പിക്കുന്നു. ക്യാമറമാൻ മധു ചേർത്തലയ്ക്കൊപ്പം ജ്യോതിഷ് കോട്ടപ്പടി.